ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവുവിൻ്റെ കാര്യം ശ്രീകാന്തിനോടും വർഷയോടും പറഞ്ഞുകൊണ്ട് നിൽക്കുക നമ്മുടെ രേവതി. അപ്പോൾ രണ്ടുപേരും തമ്മിൽ വഴക്കാകരുതെന്ന് പറഞ്ഞു ദേവുവിൻ്റെ പേരിൽ, അതായത് സച്ചിയും രേവതിയും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. സച്ചിയേട്ടൻ ദേവുവിൻ്റെ ഭാവിയെപ്പറ്റി എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ഞാൻ സച്ചിയേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതല്ലാതെ ഞങ്ങൾക്കിടയിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലയെന്ന് രേവതി പറയുമ്പം ദേവു കല്യാണം കഴിക്കാതിരിക്കുന്നതോ നല്ലതെന്ന് നമ്മുടെ വർഷ പറഞ്ഞു. അതൊന്നും പറ്റി എന്ന് രേവതി ചോദിച്ചപ്പോഴത്തേക്കും, കല്യാണം കഴിച്ച എൻ്റെ അവസ്ഥ കണ്ടില്ലേ, കുറച്ച് കഴിയുമ്പോൾ വയറും വീർപ്പിച്ചുകൊണ്ട് നടക്കേണ്ടി വരും, വേദന അനുഭവിക്കണം, എന്തിനീ കഷ്ടപ്പാടൊക്കെ എന്ന് ചോദിക്കുക. ചേച്ചി ദേവനോട് കല്യാണം കഴിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നു വർഷ, എന്തൊക്കെയാണ് നീ പറയുന്നേ, ഇതൊരു അനുഗ്രഹമല്ലേ എന്ന് ചോദിച്ചു. എന്ത് അനുഗ്രഹമാണെന്ന് വർഷ ചോദിക്കുക. അപ്പോൾ ഒരമ്മയാവുക എന്നുള്ളതിനേക്കാളും വലിയ സന്തോഷം വേറെ എന്താ ഉള്ളത്? അപ്പോൾ സന്തോഷമൊക്കെ തന്നെ, പക്ഷേ ഒരു പക്ഷേ ഇല്ല അതിൽ. മനസ്സിലായോ എന്ന് ചോദിച്ചു. അങ്ങനെ രേവതി വർഷയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ സച്ചി വന്നു, കയ്യിലെന്തോ മറച്ചു പിടിച്ചുകൊണ്ടാണ് കയറി വരുന്നത് കേട്ടോ. വർഷേ, നിൻ്റെ ഏട്ടൻ വന്നല്ലോ, ഇന്നെന്താ വെറും കൈയോടെ വന്നേ, അനിയത്തിക്കൊന്നും വാങ്ങിയില്ലേ എന്ന് ചോദിച്ചു. അന്നേരം വാങ്ങിയല്ലോ എന്ന് സച്ചി. എവിടെ എന്നിട്ടൊന്നും കാണുന്നില്ലല്ലോ എന്ന് രേവതി പറഞ്ഞപ്പോഴത്തേക്കും ടണ്ടടായ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവർ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആ കവർ കണ്ടപ്പം ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ നോക്കുക കേട്ടോ, ഇതെന്താ ഇത്, അപ്പം നീ തുറന്നു നോക്കാൻ പറഞ്ഞു. അങ്ങനെ അത് വർഷയുടെ കയ്യിലേക്ക് കൊടുത്തു. വർഷ തുറന്നു നോക്കിയപ്പോൾ ഒരു കുഞ്ഞുടുപ്പ്, ഇത് കുഞ്ഞുവാവയ്ക്കുള്ളതാണെന്ന് സച്ചി പറയാം. അന്നേരം ഇവർ രണ്ട് രന്തം വിട്ട് നിൽക്കുക. ഇതൊക്കെ എന്തിനാ സച്ചിട്ട് ഇപ്പോൾ വാങ്ങിച്ചതെന്ന് ചോദിച്ചു. ഇതായിരിക്കണം കുഞ്ഞിനുള്ള ആദ്യത്തെ സമ്മാനമെന്ന് നമ്മുടെ സച്ചി വർഷയോടും രേവതിയോടും ശ്രീകാന്തിനോടുമായിട്ട് പറയുന്നു. നേരത്തെ വാങ്ങി വെച്ചതാണെന്ന് സച്ചി പറയുക. ഇതിപ്പോൾ പെൺകുട്ടിക്കുള്ള ഉടുപ്പാണല്ലോ വാങ്ങിച്ചേ, അപ്പോൾ പെൺകുട്ടിയാണെന്ന് ഇപ്പോഴേ ഉറപ്പിച്ചോ എന്ന് രേവതി ചോദിച്ചപ്പം ഞാൻ ഉറപ്പിച്ചു. അപ്പോൾ ഈ വീട്ടിൽ ഒരു പെൺകുഞ്ഞ് വേണമെന്നുള്ളത് ചേട്ടൻ്റെ ചെറുപ്പത്തിലേ തൊട്ടുള്ള ഒരു ആഗ്രഹമാണെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ആ ആഗ്രഹം നടക്കുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. നടക്കുമെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ സച്ചി. അപ്പോഴത്തേക്കും വർഷയ്ക്ക് സങ്കടം വന്നു കേട്ടോ. എൻ്റെ അനിയനും അനിയത്തിക്കും പിറക്കുന്ന പെൺകുഞ്ഞ് തന്നെ ആയിരിക്കുമെന്നും അന്നേ ഈ വീട്ടിൽ ഉത്സവമായിരിക്കും, ഉത്സവം എന്നൊക്കെ സച്ചി. അപ്പോഴത്തേക്കും നമ്മുടെ വർഷയ്ക്ക് സങ്കടം വന്നിട്ട് വർഷ ആ ഉടുപ്പുമായിട്ട് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ഓടി. എടാ, ആ ഉടുപ്പ് കണ്ടപ്പോൾ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്ത് കാണും, അതാ അവൾ കരഞ്ഞതെന്ന് രേവതി ശ്രീകാന്തിനോട് പറയും. നീ ചെന്ന് അവളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു വിട്ടു. ഞാൻ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ഓരോന്ന് കൊടുക്കുന്നത് രേവതി, അപ്പോൾ അവളുടെ ഉള്ളിലെ അമ്മ ഉണരും എന്ന കാര്യം സച്ചി പറയുന്നു. അവളുടെ മനസ്സ് പതുക്കെ പതുക്കെ മാറുമെന്നും പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുക, സച്ചിക്കാണെങ്കിൽ ഭയങ്കര ഇത്. അപ്പോൾ ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്ന ഈ ഒരു സമയം രേവതിയുടെ ഉള്ളിലെ ആ ഒരു സങ്കടം ഇതൊക്കെ സച്ചി ഇങ്ങനെ ശ്രദ്ധിച്ചു. എന്നിട്ട് സച്ചി ചോദിച്ചു, നിനക്ക് എന്താ പറ്റിയതെന്ന്. ഒന്നുമില്ലാന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് മുറിയിൽ ചെന്നിട്ട് ഭയങ്കര കരച്ചിൽ നമ്മുടെ വർഷ. എന്നിട്ട് സച്ചിയേട്ടൻ ഇങ്ങനെ ഒരു കുഞ്ഞുടുപ്പ് കൊണ്ടുവന്നത്, ഞാൻ എത്ര മറക്കാൻ ശ്രമിച്ചാലും വീണ്ടും എനിക്ക് ഓർമ്മ വരും, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരാൾ വളരുന്നുണ്ടെന്ന്. അങ്ങനെ വർഷ ഇത് പറഞ്ഞിരുന്ന് കരയും. അപ്പോൾ ശ്രീകാന്ത് ഇത് കേട്ടോണ്ട് വരുക കേട്ടോ. അപ്പോൾ വർഷയുടെ ഈ സംസാരമൊക്കെ ശ്രീകാന്ത് കേൾക്കുന്നു. ആ സമയത്ത് എൻ്റെ കുഞ്ഞ് ഈ കുഞ്ഞുടുപ്പിട്ടാ എന്ത് ഭംഗിയായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ വർഷ ഇങ്ങനെ പറയും. അപ്പോൾ ഇത് കേട്ടപ്പോൾ ശ്രീകാന്തിനും ശരിക്കും ഒരു ഇമോഷണലി ആ ഒരു ഇത്. അങ്ങനെ നമ്മുടെ വർഷ ഈ കുഞ്ഞിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുക, എനിക്കാണെങ്കിൽ വേദന ഇട്ട് സഹിക്കാനും വയ്യല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് ഓടി മുകളിലേക്ക് കയറി വന്നു. ശ്രീകാന്ത് മുകളിലേക്ക് കയറി വന്ന സമയത്ത് വർഷം നിന്ന് ഭയങ്കര കരച്ചിലല്ലേ, വന്നിങ്ങനെ തോളത്ത് കൈവച്ചു. വർഷേ എന്നും പറഞ്ഞു വിളിച്ച്. അപ്പോഴത്തേക്കും കലി കയറി വർഷ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ശ്രീകാന്തും ആണെങ്കിൽ ധർമ്മസങ്കടത്തിലുമായി. ഇവളെ ശരിക്കും ശ്രദ്ധിക്കണം, ഇപ്പോഴും ഇവരുടെ മനസ്സ് മാറിയിട്ടില്ലെന്ന് പറഞ്ഞ് ശ്രീകാന്ത് അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മീര കേട്ടോ. മീര ഇങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് പാഞ്ഞു വരുവാണ്. ശ്രുതിയും അവൻ്റെ അമ്മയെ വിളിച്ചായിരുന്നോ? ഇല്ല, ഇതുവരെ വിളിച്ചില്ലല്ലോ. ചുമ്മാ ഓരോ ആഗ്രഹങ്ങളാണല്ലേ എന്ന് മീര ശ്രുതിയോട് ചോദിച്ചു. ഒരു മാല കൊടുത്ത് അതിൽ വീഴും, നീ ചെയ്തതൊക്കെ മറക്കുമെന്ന് വിശ്വസിച്ചത് എന്തൊരു മണ്ടത്തരമാണ് ശ്രുതി എന്ന് മീര ചോദിച്ചു. വെറുതെ നാടകം കളിച്ച് ഞാനും അതിൻ്റെ ഒരു ഭാഗമായി, അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ശരിയാ നീ പറഞ്ഞത്, ഓരോ സമയത്തുള്ള ഓരോ ചിന്തകളാണ്. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് മീര പറഞ്ഞു. എന്ത് പ്രശ്നം? അതേ, നീ കൊടുത്ത ഗിഫ്റ്റേ നാണം കെട്ട് നിൻ്റെ അമ്മായിമ്മ വാങ്ങി വെച്ചിട്ടുണ്ട്. നീ വിചാരിച്ചതുപോലെ അവരുടെ മനസ്സൊന്നും മാറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ നിന്നെ വീട്ടിലേക്ക് വിളിക്കാത്തതിന് നിനക്ക് ആ ആഭരണം എടുത്ത് എവിടെയും കളയാനും പറ്റില്ല എന്നും പറഞ്ഞു. അവരതെടുത്ത് പണയം വയ്ക്കാനോ വിൽക്കാനോ പോയാൽ നീ നൽകിയത് മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിയത്തില്ലേ എന്ന് ചോദിച്ചു. വലിയ പ്രശ്നമാവുമല്ലോ ശ്രുതി എന്നും പറഞ്ഞു മീര ഇങ്ങനെ കാര്യം പറയുമ്പോഴേക്കും എനിക്കിപ്പോൾ കഷ്ടകാലം തൊടുന്നതെല്ലാം പിഴയ്ക്കുകയാണെന്ന് ശ്രുതി. ഭാമാൻ്റെയോട് പറ, ആരും കാണാതെ അത് എടുത്തുകൊണ്ട് തരാനായിട്ട്.
നീ അവരുടെ വീട്ടിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരെന്തും ചെയ്യുമെന്ന് മീര ശ്രുതിയോട് പറഞ്ഞപ്പോൾ ഭാമാൻ്റെയോട് ഞാൻ പറയാം, എന്തായാലും പെട്ടെന്ന് അതെടുത്ത് പണയം വെക്കാനോ വിൽക്കാനോ ഒന്നും പോവത്തില്ല എന്ന് ശ്രുതി പറയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി അലയുകയായിരുന്നു എന്ന് മീര ശ്രുതിയോട് പറഞ്ഞു. നീ എന്നെ ഏൽപ്പിച്ച 2 കാര്യങ്ങളും ഭംഗിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്കൂളിൽ ചെന്ന് സംസാരിച്ചു, എപ്പോൾ വേണമെങ്കിലും ആദ്യം അവിടെ ചേർക്കാമെന്ന് പറഞ്ഞു. പിന്നെ വാടക വീടും റെഡിയാ, വാടക അഡ്വാൻസും കൊടുത്തിട്ടുണ്ടെന്ന് മീര. നല്ല വീടാ, കൂടുതൽ വാടകയും കാര്യങ്ങളൊന്നും ഇല്ല. വീട് ഒറ്റപ്പെട്ട സ്ഥലത്തായിരുന്നെങ്കിൽ നന്നായിരുന്നു. ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കാത്തൊരു സ്ഥലമായിരുന്നെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് തന്നെയാണ് വീടുള്ളത്. നീ അതോർത്ത് പേടിക്കണ്ടെന്ന് മീര ശ്രുതിയോട് പറയാം. പിന്നെ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സച്ചിയും രേവതിയൊന്നും ആ ഭാഗത്തേക്ക് വരില്ല. അവർക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞേ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നാളെ ഒന്ന് അവിടെ വരെ പോയി നോക്കാം. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അത് മതി, നിനക്കിഷ്ടമായത് എനിക്കിഷ്ടമാകുമെന്ന് ശ്രുതി അന്നേരം പറഞ്ഞു. എങ്കിൽ നീ ആദ്യം TC വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ അവനെയും അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു. ശ്രുതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. പിന്നെ കാണിക്കുന്ന സച്ചി അച്ഛനും അവിടെ ഇരിക്കുമ്പം രേവതി വന്നു. സച്ചേട്ടാ, അച്ഛാ വാ, ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞു. ആ സമയത്ത് ചന്ദ്ര ഓടി വരുക. രവിയേട്ടാ, ഇപ്പോൾ വാ ചന്ദ്രേ, വന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ രവിയേട്ടാ, ശ്രുതി ഇത്രയും നേരമായിട്ടും ഷോറൂമിൽ നിന്ന് വന്നിട്ടില്ലല്ലോ, അവൻ ഇത്രയ്ക്കൊന്നും വൈകാറില്ലല്ലോ, എന്ത് പറ്റുമോ എന്തോ. അപ്പോൾ ഞാൻ വിചാരിച്ചതേ അവൻ ഇവിടെ ഉണ്ടെന്നാ. നീ അവനൊന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. എത്ര വട്ടം വിളിച്ചു നോക്കി, അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നതെന്ന് ചന്ദ്ര വന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രീകാന്തും ഇറങ്ങി വന്നു. എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റിയോ ആവോ. അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിനുണ്ടെങ്കിലും പോയതായിരിക്കും അമ്മേ. ഇടയ്ക്ക് ഡീലർമാരെ കാണാനൊക്കെ പോവാറുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞു. ഇല്ല, എവിടെയെങ്കിലും പോകുമെങ്കിൽ എന്നെ വിളിച്ചു പറയും. ഇതൊന്നും അവൻ വിളിച്ചു പറഞ്ഞിട്ടില്ലെന്നുള്ള കാര്യം പറയാം. അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇനിയിപ്പോൾ പാർലറിടത്തേക്ക് കാണാൻ വല്ലതും പോയതായിരിക്കോ? ഇല്ല, അവൻ അവളെ കാണാൻ പോവില്ല. എടാ, നിന്നെപ്പോലെയൊന്നും അല്ല അവൻ. ഞാൻ പറയുന്നതിനപ്പുറം എൻ്റെ മോൻ കടക്കില്ല എന്ന് പറഞ്ഞപ്പം നമ്മുടെ സച്ചി ഇരുന്ന് ഇങ്ങനെ തലയാട്ടി. അവിടെ സച്ചിക്ക് കുറ്റമാണല്ലോ എന്ന് ഓർത്ത്. രവിയേട്ടാ, എനിക്കെന്ത് പേടി തോന്നുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്നും ചോദിച്ച് ഭയങ്കരമായിട്ട് വെപ്രാളം പിടിക്കുന്നു. ഷോറൂമിൽ ഏതെങ്കിലും സ്റ്റാഫിനെ ഒന്ന് വിളിച്ച് നോക്കിയാലോ? അവരുടെ ആരുടെ നമ്പറൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു അന്നേരം ചന്ദ്ര. നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്ന് സച്ചി അന്നേരം പറഞ്ഞു. ചിലപ്പോൾ വല്ല ലോഡും മറ്റോ വന്ന് കാണും, അത് ഇറക്കാൻ വേണ്ടി നിൽക്കായിരിക്കും, അതായിരിക്കും വൈകുന്നേ. അങ്ങനെയാണെങ്കിൽ അവൻ എന്നെ വിളിച്ച് പറഞ്ഞേനെ, ഇതെന്തോ പ്രശ്നമുണ്ടെന്ന് ചന്ദ്ര. എടാ സച്ചിനെ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞു നേരം അച്ഛൻ. അപ്പോൾ തന്നെ സച്ചി പോകാൻ നോക്കുക. അല്ല അച്ഛാ, ഇനി വല്ല ബാറിലും പോയി കാണുമോ? അവനെന്താ കുടിയനാണോ ബാറിൽ പോകാൻ? അന്ന് ബാറിൽ പോയി കുടിച്ച് പോലീസുകാരായിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് മറന്നു. ബാറിലാണ് പോയതെങ്കിൽ അവൻ്റെ ഫ്രണ്ട് ആനന്ദ് കാണും, അത് ഉറപ്പാ. അവൻ ഒറ്റയ്ക്ക് എന്തായാലും പോയി, ഞാൻ ആനന്ദിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു സച്ചി ഫോൺ എടുത്ത് ആനന്ദിനെ വിളിക്കുന്നു. എന്നിട്ട് സുധി ഇപ്പോൾ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അവനങ്ങനെ എൻ്റെ കൂടെ കാണാനാണെന്ന് ആനന്ദ്. അപ്പോൾ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവനെ ഇറക്കിയില്ലേ എന്ന് ചോദിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്നോ? ഇവർ ഞെട്ടിപ്പോയി. എന്തിന്? അവനെന്തിനാ പോലീസ് സ്റ്റേഷനിൽ? പിന്നെയും കുടിച്ച് പോലീസുകാരായിട്ട് പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ബാങ്കിൽ സ്വർണ്ണമാണെന്ന് പറഞ്ഞ് അവൻ മുക്കുവണ്ടം പണയം വെക്കാൻ നോക്കിയതിന് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അയ്യോ എന്ന് പറഞ്ഞ് എല്ലാവരും നെഞ്ചത്തടിച്ച് കരയുക, പ്രത്യേകിച്ച് ചന്ദ്ര. എന്താ ആനന്ദ് ഈ പറയുന്നതെന്ന് നമ്മുടെ അച്ഛൻ ചോദിച്ചു. അപ്പോൾ സത്യം അങ്കിളേന്ന് ആനന്ദ്. അപ്പോൾ നാട്ടിലുള്ള എല്ലാവരും അറിഞ്ഞല്ലോ, നിങ്ങൾ അറിഞ്ഞില്ലേന്ന് ആനന്ദ് ചോദിച്ചു. ഷൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുക. പെട്ടെന്ന് മനസ്സിലായി. എന്നോട് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളാരും ഇതൊന്നും അറിഞ്ഞില്ലല്ലേ? അപ്പോൾ ഇല്ല ആനന്ദേ, ഞങ്ങളാരും അറിഞ്ഞില്ല, ഞങ്ങളോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് സച്ചി പറഞ്ഞു. ഇല്ല, അങ്ങനെ ഇല്ല, അവനങ്ങനെ ചെയ്യില്ല, അവനങ്ങനെ ഒരുത്തനല്ല, അവനങ്ങനെ മുക്കുവണ്ടം പണയം വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്ര. പോലീസ് എൻ്റെ മോനെ കള്ളക്കേസിൽ കുടുക്കിയതാ. അപ്പോൾ കള്ളക്കേസിൽ കുടുക്കിയതൊന്നും അല്ല ആൻറ്റി, സത്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ബാങ്കുകാരോടും പോലീസുകാരോടും അവൻ പറഞ്ഞത് മനഃപൂർവ്വം ചെയ്തതല്ല. അമ്മയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായി വൈഫ് കൊടുത്ത ഒരു ചെയിനാണത്, അത് സ്വർണ്ണമാണെന്ന് കരുതി പണയം വെക്കാൻ നോക്കിയതാണെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ കിടക്കുന്നു പണിപ്പാളി. ശ്രുതിയെ നാട്ടുകാർ പൊക്കിയെന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ പോലീസുകാരും ബാങ്കുകാരും അവൻ പറഞ്ഞത് വിശ്വസിച്ചില്ല. പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു എന്ന കാര്യം പറഞ്ഞു. പിന്നെ നിങ്ങളവനെ ജാമ്യത്തിലിറക്കിയെന്നാണ് ഞാൻ കരുതിയത്. ഇതറിഞ്ഞ ഉടൻ ഞാനൊന്ന് വിളിച്ചായിരുന്നു, പക്ഷേ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നെന്ന കാര്യം ആനന്ദ് പറയാം. അവൻ വരാത്ത ടെൻഷനിൽ ഇനി വല്ല ബാറിലും പോയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് സച്ചി പറഞ്ഞു. എന്തായാലും നിന്നെ വിളിക്കാൻ തോന്നിയത് നന്നായി. ശരി ആനന്ദേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവൾ വീണ്ടും ചതിച്ചോ എന്ന് പറഞ്ഞിരിക്കുക. സുധിയേട്ടൻ അതിന് അതൊക്കെ പണയം വെക്കാൻ നോക്കിയത്.
അത് മീരയുടെ കൈ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മ കൊടുത്തു വിട്ടതെന്നൊക്കെ ശ്രീകാന്ത് ചോദിച്ചു. അപ്പോൾ ശ്രുതി മാത്രമല്ല, ശ്രുതിയും എന്നെ പറ്റിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ പറയുക, മീരയുടെ കയ്യിൽ ശ്രുതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാല ഞാൻ ഏൽപ്പിച്ചത്, അവൻ അത് കൊടുത്തു എന്ന് എന്നോട് പറഞ്ഞതെന്നൊക്കെ പറയാം. അവൻ എന്നോട് കള്ളം പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഭയങ്കര കരച്ചിൽ, ഭയങ്കര സങ്കടം ചന്ദ്രയ്ക്ക്. അപ്പോൾ ദേ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം അവനവൻ്റെ തനി സ്വഭാവം കാണിച്ചു എന്ന് സച്ചി. മീരയ്ക്ക് കൊടുത്തു എന്ന് അമ്മയോട് കള്ളം പറഞ്ഞതിന് ശേഷം അവൻ ആ മാല പണയം വയ്ക്കാൻ നോക്കിയതാ. അത് മുക്കുകൊണ്ടോ ആയതുകൊണ്ട് പോലീസ് അവനെ പൊക്കുകയും ചെയ്തു എന്നുള്ള കാര്യം സച്ചി പറയുന്നു. എത്ര പ്രാവശ്യം ഞാൻ അവൻ ഉപദേശിച്ചിട്ടുള്ളതാ, കള്ളത്തരം കാണിച്ച് ഒരിക്കലും പണം ഉണ്ടാക്കരുതെന്നും പലവട്ടം ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് എന്തേ ഇവൻ ഇങ്ങനെയായി പോകുന്നത് എന്നും പറഞ്ഞ് അച്ഛൻ തെറ്റുകളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നും പറഞ്ഞ് അച്ഛൻ ഭയങ്കരമായിട്ട് ആദ്യ പിടിക്കുന്നു. മൊത്തം പ്രശ്നത്തോട് പ്രശ്നം എന്നും പറഞ്ഞ ചന്ദ്ര, അവൻ എന്നോട് തന്നെ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുന്ന ആദ്യമായിട്ടൊന്നും അല്ലല്ലോ, സുധിയേട്ടൻ ഒരിക്കലും പഠിക്കുന്നില്ലല്ലോ എന്നിട്ടെന്ന് ശ്രീകാന്ത് അന്നേരം അവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞു. ആ സമയത്ത് സംസാരിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ല, അവനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാനായിട്ട് നോക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം സ്റ്റേഷനിൽ പോയി അവനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. സച്ചി ഇറങ്ങുമ്പം ഞാനും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആരും പോകണ്ടെന്ന് ചന്ദ്രമതി. ചന്ദ്രയുടെ തീരുമാനം കേട്ട് എല്ലാവരും കണ്ണ് ഉന്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അവൻ അവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. ചന്ദ്ര, എന്നോടവൻ കള്ളം പറഞ്ഞു, എന്നെ പറ്റിച്ചു, കാശിന് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ അവന് ചോദിക്കായിരുന്നില്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കുക ഇവരോട്. അവനെന്താ ചെയ്തത്, മാല ഏൽപ്പിച്ചു എന്ന് എന്തിനാ അവൻ എന്നോട് കള്ളം പറഞ്ഞതെന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. നാട്ടുകാർ മുഴുവനും അറിഞ്ഞെന്നല്ലേ ആനന്ദ് പറഞ്ഞത്, ഇനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും എനിക്കറിയില്ലെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുക ചന്ദ്ര. അങ്ങനെ മൊത്തം കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായി. എന്നോട് കള്ളം പറഞ്ഞതിന് അവൻ അനുഭവിക്കട്ടെ, പുറത്തിറക്കരുത് അവനെ ഒരു കാരണവശാലും. അപ്പം എന്താ ചന്ദ്രേ, അവൻ്റെ അമ്മയാണോ ഈ പറയണതെന്ന് ചോദിച്ചു രവിയേട്ടൻ. അമ്മ നാളെ സുധിയേട്ടനെ കോടതിയിൽ ഹാജരാക്കിയ സുധിയേട്ടൻ ജയിലിൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. ജയിലിൽ പോട്ടെ, അവൻ ജയിലിൽ പോട്ടെ, തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ അതവന് കിട്ടിയേ പറ്റൂ, കിട്ടണം. അപ്പോഴും എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് ചന്ദ്രയെ നോക്കുവാണ്. അവനെ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ കള്ളക്കേസാണെന്നാണ് ഞാൻ കരുതിയതെന്ന കാര്യം ചന്ദ്ര പറയാം. ഇപ്പോൾ ശരിക്കും അവൻ എന്നോടാ തെറ്റ് ചെയ്തത്, അവൻ എന്നെയാ ചതിച്ചത്, അവൻ പറഞ്ഞത് വിശ്വസിച്ച് ഞാനായി മണ്ടിയെന്നും പറഞ്ഞ് ചന്ദ്ര. അവനെ കാണാനോ ഇറക്കിയിട്ട് വരാനോ ഇവിടെ നിന്ന് ആരും പോയേക്കരുത്. എൻ്റെ വാക്കിന് വില തരുന്നുണ്ടെങ്കിൽ, എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ നിന്ന് പോകരുതെന്ന് പറഞ്ഞു. ചന്ദ്രൻ, ഞാൻ പറയുന്നത് എനിക്കൊന്നും കേൾക്കണ്ടെന്നും പറഞ്ഞു ചന്ദ്ര. എടി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, നീ അവിടെ നിന്നേന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ചന്ദ്രയുടെ പിന്നാലെ പോയി. ആ സമയത്ത് ഇവിടെ ഷോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയൊക്കെ ഇങ്ങനെ നിൽക്കുക, ഇനി എന്നാ ചെയ്യുമെന്ന് ഓർത്ത്. സച്ചേട്ടാ, അമ്മയ്ക്ക് നല്ല വിഷമമായിട്ടുണ്ട്, അമ്മയെ സുധിയേട്ടൻ പറഞ്ഞു പറ്റിച്ച്. ഈ സുധിയേട്ടൻ എന്താ ഇങ്ങനെ, അവൻ്റെ കാര്യം മാത്രമല്ലേ നോക്കുകയുള്ളൂ, പണ്ടും അങ്ങനെയാണല്ലോ, മറ്റുള്ളവരുടെ വിഷമവും സങ്കടമൊന്നും അവൻ അറിയേണ്ടതായിട്ടുള്ള കാര്യമില്ലല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുന്നു. അവനെ ഓർത്ത് സങ്കടപ്പെടുന്നവർ വീട്ടിലുണ്ടെന്നൊരു തോന്നലുണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ എന്നും സച്ചി ചോദിക്കുവാണ്. അങ്ങനെ എല്ലാവരും ആകെ ധർമ്മസങ്കടത്തിലായി. സുധിയെ ഇറക്കാൻ ചന്ദ്രമതി സമ്മതിക്കണമില്ല. അത് കഴിഞ്ഞ് പിന്നെ സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ആനന്ദ് പറഞ്ഞതിനെപ്പറ്റി ആലോചിച്ചു. സച്ചിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പോൾ സച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നു. തൊട്ടടുത്ത നിമിഷം അമ്മ പറഞ്ഞ കാര്യങ്ങൾ, എനിക്ക് ഇത്തിരിയെങ്കിലും വില തരുന്നുണ്ടെങ്കിൽ, എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളാരും പോകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഭയങ്കര മെൻ്റലി ഭയങ്കര ഡിസ്റ്റർബായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ രേവതി വന്നു. സച്ചേട്ടൻ്റെ ഏട്ടനെ പോലീസുകാർ ഇടിക്കുമോ എന്ന് ചോദിച്ചു രേവതി. ഇടിക്കാനും മാത്രം അവൻ അത്രയും വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, അറിയാതെ പറ്റി പോയതല്ലേ എന്ന് ചോദിച്ചു സച്ചി. അല്ലെങ്കിൽ ഐ സാറിനെ വിളിച്ച് രണ്ടെണ്ണം പൊട്ടിക്കാൻ പറഞ്ഞാലോ, അടി കിട്ടാത്തതിൻ്റെ കുറവാണ് നിങ്ങളുടെ ഏട്ടൻ എന്ന് രേവതി സച്ചിയോട് പറയുവാണ്. അപ്പോൾ രേവതി ഇങ്ങനെ തുറച്ചു നോക്കിയ സച്ചി, എന്താ ഇങ്ങനെ നോക്കണേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചു. നിങ്ങളുടെ ഏട്ടൻ എത്ര കിട്ടിയാലും പഠിക്കുന്നില്ലല്ലോ എന്നും രേവതി സച്ചിയോട് പറയുകയും ചെയ്തു. ഇതിപ്പം നാട്ടിൽ പാട്ടായില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് മാത്രമല്ല കുടുംബത്തിന് മുഴുവനും നാണക്കേടായില്ലേ എന്ന് ചോദിച്ചു. നോക്കിക്കോ, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെയും ഇത് ബാധിക്കും, ഉറപ്പാണെന്ന് രേവതി പറഞ്ഞപ്പം അവൻ അമ്മയെ പറ്റിച്ചു, അതിനുള്ള ശിക്ഷ അവനിപ്പോൾ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം കിടക്കട്ടെ അവിടെ. അമ്മ പറഞ്ഞതുപോലെ ആരും അദ്ദേഹത്തെ ഇറക്കിക്കൊണ്ട് വരാനായിട്ട് പോവണ്ട, അവൻ അവിടെ കിടക്കുമ്പോൾ എനിക്കിവിടെ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമെന്ന് സച്ചി ചോദിക്കാം. ഞാൻ പോയി അവനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി പോകുമ്പോൾ, സച്ചിയേട്ടാ നിന്നെ ആരും പോവരുതെന്നല്ലേ അമ്മ പറഞ്ഞിരിക്കുന്നത്, ആര് പറഞ്ഞാലും ഞാൻ പോകുമെന്നായി പിന്നെ സച്ചി. നോക്ക്, അവനെൻ്റെ ചോരയാ രേവതി, അവൻ്റെ സ്ഥാനത്ത് നിൻ്റെ അനിയനായിരുന്നെങ്കിൽ നീ പോവില്ലായിരുന്നോ എന്ന് രേവതിയോട് സച്ചി ചോദിക്കാം. ചെറുപ്പത്തിലേ അവനിങ്ങനെ തന്നെയായിരുന്നു, കള്ളത്തരം കാണിക്കും, എന്നിട്ട് കാശിന് വേണ്ടി അവൻ എന്തും ചെയ്യും. അവൻ്റെ സന്തോഷം മാത്രം അവന് പ്രധാനമായിട്ടുള്ളത്, മറ്റുള്ളവരെക്കുറിച്ച് അവൻ ചിന്തിക്കത്ത് പോലും ഇല്ല എന്നും സച്ചി ഇങ്ങനെ രേവതിയോട് പറയാം. അവനെ കൊണ്ട് ഇന്ന് വരെ എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല, ഉപദ്രവം അല്ലാതെ എന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ വിഷമത്തോടെയാണ് രേവതിയോട് പറയുന്നത്.
അവൻ കാരണം എനിക്ക് വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും സച്ചി. എന്നാലും എനിക്ക് അവനെ ഇഷ്ടമാണ് രേവതി എന്ന് നമ്മുടെ സച്ചി രേവതിയോട് പറയുന്നു കേട്ടോ. അങ്ങനെ തൻ്റെ ഉള്ളിലുള്ളത് സച്ചി രേവതിയുടെ മുന്നിൽ തുറന്ന് പറയുന്നു. എൻ്റെ ഏട്ടനല്ലേ അവൻ, എൻ്റെ ചോരയല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അങ്ങ് ഒഴിവാക്കി കളയാൻ പറ്റുമോ എനിക്ക് എന്നൊക്കെ ചോദിച്ചപ്പോൾ രേവതി ഒന്നും മിണ്ടാതെ നിന്ന് കേൾക്കുക. അവനെ ചെന്ന് കാണണം, എങ്ങനെയെങ്കിലും ഇറക്കാൻ നോക്കണമെന്ന് പറഞ്ഞ് സച്ചി രേവതിയോട് പറയാം. അവനെന്തിനാ പേടിക്കുന്നത്, നമ്മളൊക്കെ അല്ലേ ഉള്ളത്, ആര് കാണാൻ ചെന്നില്ലെങ്കിലും ഞാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പോലീസുകാർ അവനൊന്നും കഴിക്കാനൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കില്ല, അവന് വിശന്ന് കാണില്ലേ എന്നൊക്കെ ചോദിച്ച് സച്ചി ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ രേവതി സച്ചിയേട്ടൻ്റെ ഉള്ളിൽ അയാളുണ്ട്, അതെനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ സച്ചിയോട് പറയുക. ഞാനതൊക്കെ അദ്ദേഹം ചെയ്ത ദേഷ്യത്തിന് പറഞ്ഞതേ ഉള്ളൂ എന്ന് രേവതി അന്നേരം പറഞ്ഞു കേട്ടോ. സച്ചിയേട്ടൻ ചെന്ന് അദ്ദേഹത്തെ ഒന്ന് എന്നും പറഞ്ഞ് രേവതി പറഞ്ഞു വിടുന്നു. പിന്നെ അതെ, ഞാൻ സ്റ്റേഷനിൽ പോണ കാര്യം ആരോടും പറയണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ അവിടെ നിന്ന് പോയി. അങ്ങനെ സച്ചി സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ സുധി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ സച്ചി ചെന്നപ്പോൾ നമ്മുടെ സുധിയെ കണ്ടു. അപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കി, ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ നിൽക്കുന്നൊരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണേ. ടാറ്റാ.